ഹായ് ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നപ്പോൾ ഞങ്ങൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഊട്ടിയിൽ രാവിലെ പോന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ പോന്നിട്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരമാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കാൻ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതുവരെ എങ്ങനെ ഊട്ടിക്ക് പോകുന്നത്, എവിടെയൊക്കെ കണ്ടു എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മണി ആയപ്പോൾ ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ എത്തിയതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. വൈക്കടവ് എത്തിയപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ കൊറോണ വന്നതിന് ശേഷം തമിഴ്നാട്ടുകാർ പോവുകയാണെങ്കിലും ഇ പാസ് വേണം. അങ്ങനെ ഇ പാസ് ഇല്ലാതെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് ഇവിടുന്ന് മടങ്ങി പോന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ ഓൺലൈൻ വഴി ഇ പാസ് എടുത്തിട്ടാണ് പോയിരുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം ഊട്ടിക്ക് പോകുന്നത് തൊപ്പക്കാട് വഴിയാണ്, അതായത് മസനക്കുടി റൂട്ടാണ് പോകുന്നത്. ഈ റൂട്ട് ഞങ്ങൾ പോകാൻ കാരണം അനിയത്തിക്കും മോൾക്കൊക്കെ ആനിമൽസിനെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾക്ക് ആ റൂട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ റൂട്ട് എടുക്കലുണ്ടായത്. മധുമലൈ ടൈഗർ റിസർവ് പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിലാണ് മൃഗങ്ങളൊക്കെ കാണലുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ മക്കൾക്കും അപ്പോൾ താല്പര്യം അതാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ റൂട്ട് ഇവിടെ പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കിടക്കാൻ പോവുകയാണ്. ഇവിടെ രാത്രി നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ 9 മണിക്ക് മുന്നേ ഈ പോകണം. 9 മണി ആയാൽ ഈ ചെക്ക് പോസ്റ്റ് അടക്കും. പിന്നെ ഈ റൂട്ടിലൂടെ വാഹനങ്ങളൊന്നും വിടാറില്ല. പിന്നെ നമ്മൾ പോകുന്നത് ഫോറസ്റ്റ് ആണെങ്കിൽ കൂടി നമുക്കൊരു ഫോറസ്റ്റ് എന്നുള്ള ഫീലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഫോറസ്റ്റിലുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് ശരിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് കണ്ടിട്ടുള്ളത് മാനയാണ്. അത് ഒരുപാട് മാനുകൾ കൂട്ടായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി വേറെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഞങ്ങൾ കണ്ടത് ഒരു ആനനെയാണ്. അത് വളർത്തുന്ന ആനയാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ പാപ്പാനുണ്ടായിരുന്നു. ഇതുപോലെ നല്ല അടിപൊളി സ്പേസ് കുറേ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്കിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇറങ്ങാനോ ഒന്നിനും സമ്മതിക്കില്ല. കാരണം ഫോറസ്റ്റല്ല, മൃഗങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയോണ്ടിരുന്നപ്പോൾ ഒരുപാട് മാൻകൂട്ടങ്ങളെ എടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റി. റോഡ് ക്രോസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരുവിധ മൃഗങ്ങളൊക്കെ റോഡിലൊക്കെ റോഡിനടുത്തായിട്ടൊക്കെ ഉണ്ട്.
ആ മാൻകൂട്ടത്തിനടുത്ത് തന്നെ ഒരു ചിമ്പാൻസി കുരങ്ങും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടതാണ്. ഇപ്പം ഈ കാണുന്നതാണ് കാട്ടുപോത്ത്. കാട്ടിന്ന് പറയും. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു പ്രാവശ്യം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുപാടെണ്ണം ഇങ്ങനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. സാധാരണ അങ്ങനെ കാണാറില്ല. അങ്ങനെ ഏകദേശം 9 ആയപ്പോൾ ഞങ്ങൾ ഊട്ടിയിലെത്തി. ഇപ്പോൾ ഈ കാണുന്നതാണ് പനന്നൊങ്ങ് എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഊട്ടിയിലെ ബോട്ട് ഹൗസ്. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്. ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ ആൾക്കാരൊക്കെ കുറവായിരിക്കും എന്ന്. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ടുള്ളത് ബോട്ടിംഗ് ആണ്. അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് കച്ചവടങ്ങളും ഉണ്ട്. ഇവിടെ ഈ എൻട്രൻസിൽ തന്നെ തമിഴ്നാട്ടിൽ നമ്മൾക്ക് പോകാൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ ലൈക്കിലാണ് ബോട്ടിങ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ബോട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഊട്ടിയിലുള്ള അടയാർ ആനന്ദ് ഭവൻ എന്ന ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അവിടെ എപ്പോൾ ചെന്നാലും ഭയങ്കര തിരക്കാണ്. കാരണം അത്ര നല്ല ടേസ്റ്റി ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഊട്ടിയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകുന്നവർ അവിടുത്തെ ഇഡ്ഡലിയും ദോശയും കഴിക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോന്നു.
അപ്പോഴേക്കും മോനൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. ഞങ്ങൾ റൂം എടുത്തിരുന്നത് ലാ ഫ്ലോറ റിസോർട്ടിലായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ റൂമിൽ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കലാണ് ഹണിമൂൺ ബോട്ട് ഹൗസ് കണ്ടത്. ഇവിടെ കളിക്കാനൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ കുട്ടികൾ പറഞ്ഞു നമുക്കിവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. ജസ്റ്റ് ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി പാസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ ഒന്ന് വന്ന് കുട്ടികളൊക്കെ കൊണ്ട് ചുമ്മാ ഇരുന്ന് പോകാൻ പറ്റിയൊരു പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും ഇവിടെ ഉണ്ട്. ഹലോ ഹായ് പറ. ഒന്നായിട്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്തേക്കാം. ഹായ് സൂപ്പർ സൂപ്പർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. ഇവിടെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം, കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ഞാനും അനിയത്തി ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് നോക്കുമായിരുന്നു. ഞങ്ങൾ പണ്ട് വരുന്ന സമയത്ത് ഈ ഒരു ഇന്ത്യൻ്റെ പൂപ്പടം ഇവിടെ ഉണ്ട് കേട്ടോ. അതിപ്പം എപ്പോഴൊരു ഓർമ്മയാണ്. കുറേ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവും അതിൻ്റെ പഴയ ഫോട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം അങ്ങനെയാണല്ലോ, പണ്ടെടുത്ത ഫോട്ടോ അതിൻ്റെ എടുത്ത് കണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് അതൊക്കെ ബെസ്റ്റായിട്ടൊരു സ്ഥലമാണ്. പിന്നെ ഞാൻ കാണിച്ചത് അവിടെ ഫുള്ള് എന്താ നല്ല പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമാണ്. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങളിവിടെ ചെന്നപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്രീ ആയിട്ട് നടക്കാനും സംസാരിക്കാനൊക്കെ പറ്റി
മറ്റേത് എപ്പോൾ ചെന്നാലും ഇവിടെ ഭയങ്കര തിരക്കാണ് ഉണ്ടാവല്. ഗാർഡൻ്റെ ഏറ്റവും മുകളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നോക്കിയാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഏകദേശം എല്ലാ വ്യൂസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഷിസി ബേബി കുറച്ച് അലമ്പ് കാട്ടുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിയാണ്ടാണ് നേരെ റൂമിലേക്ക് പോയത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൂമിന് പുറത്ത് ഇതുപോലെ പുൽക്കൂട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. രാത്രിയാണ്, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പുറത്തിറങ്ങാനൊന്നും ആർക്കും താല്പര്യമില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ ലാ ഫ്ലോറ റിസോർട്ടിലാണ്. ഇവിടെ സമയം 8:30. ഇവിടെ ഇപ്പോൾ 7 ഡിഗ്രി ഒക്കെ ഇപ്പോഴത്തെ തണുപ്പ്. നല്ല തണുപ്പ് വരച്ചിരിക്കുന്ന നല്ലൊരു കാലാവസ്ഥയാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ 5 ഡിഗ്രി ഒക്കെ ആയി മാറുന്നുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഈ ഒരു ടൈമിലൂടെ വന്നാൽ നല്ല ഉഷാറായിരിക്കും. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. അങ്ങനെ ആ നൈറ്റ് ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ടിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ട്. രാവിലെ 5 മണിക്കാണ് പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഞങ്ങളൊരു 6 മണിയായപ്പോഴേക്കും ചുരം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ നല്ല കോടുണ്ടായിരുന്നു. താഴേക്ക് നോക്കാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. ഞങ്ങൾ ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.